KSRTCയിലേക്ക് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ സ്റ്റോപ്പുകൾ കുറച്ച് വേഗത്തിൽ എത്തേണ്ട സ്ഥലങ്ങളിൽ യാത്രക്കാർക്ക് എത്തുക. യാത്രക്കാരെ സംബന്ധിച്ച് ഒരൊറ്റ വികാരമുള്ളൂ, സുരക്ഷിതമായി കൃത്യസമയത്ത് എത്തേണ്ടിടത്ത് എത്തണം. ഇത് വേണ്ടിയിട്ടാണ് ഈ സംവിധാനം തുടങ്ങിയത്. ഇതിലൊരു തെറ്റിദ്ധാരണയും വേണ്ട. ഇതിനകത്ത് സർക്കാർ അനുവദിച്ചിട്ടുള്ള ഫ്ലെക്സി റേറ്റ് അനുസരിച്ച് സാധാരണ സൂപ്പർ ഫാസ്റ്റിനേക്കാൾ 5% ചാർജ് കൂടുതലാണ്. വേറെ ഒന്നുകൊണ്ടല്ല, കാരണം ഈ സ്റ്റോപ്പ് വളരെ കുറഞ്ഞു, വണ്ടി വേഗത്തിലെത്തും. അപ്പോൾ വേഗത്തിലെത്താൻ പാടില്ല എന്ന് ചില ജീവനക്കാർക്ക് ഒരു ധാരണ. വേഗത്തിലെത്താൻ പാടില്ല, കൂടുതൽ സമയം എടുത്തുകൊണ്ട് ഒരു ഡ്യൂട്ടിയിൽ തീരേണ്ട ജോലി 2 ഡ്യൂട്ടിയിലും 3 ഡ്യൂട്ടിയിലും ആക്കിയെടുക്കുക എന്നുള്ള ഒരു രഹസ്യമായ ഒരു അജണ്ട അത് വേണ്ട. അതൊരു ആവശ്യമുള്ള കാര്യമല്ല. അത് ചെയ്യാൻ പാടില്ല. നമ്മൾ ചെയ്യുന്ന ജോലിക്കാണ് കൂലി വാങ്ങേണ്ടത്, ചെയ്യാത്ത ജോലിക്കല്ല. അപ്പോൾ കൃത്യസമയത്ത് യാത്രക്കാരെ എത്തിക്കുക എന്നുള്ളതാണ് ഒരു ജീവനക്കാരൻ്റെ പ്രധാനമായ ചുമതല. മാനേജ്മെൻറ്റിൻ്റെ ചുമതല അതാണ്. KSRTC സംബന്ധിച്ച് യാത്രക്കാരാണ് ഇതിൻ്റെ യജമാനൻ. യാത്രക്കാർക്ക് സമയത്തെത്തണം. അതുപോലെ തന്നെ പ്രത്യേകമായി ഞാൻ എടുത്ത് ഞാൻ പറയുകയാണ്, മിന്നൽ സർവീസുകൾ ഒഴിച്ചുള്ള എല്ലാ ബസ്സുകളിലും ഞാൻ മന്ത്രിയായി വന്നപ്പോൾ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. രാത്രി കാലങ്ങളിൽ രാത്രി 8 മണി മുതൽ രാവിലെ 6 മണി വരെ സ്ത്രീകൾ, കുഞ്ഞുങ്ങൾ ആവശ്യപ്പെട്ടാൽ വണ്ടി അവരെ ആവശ്യപ്പെടുന്ന സ്ഥലത്ത് നിർത്തി കൊടുക്കണം. അത്തരത്തിൽ ഇറക്കി കൊടുക്കാതിരുന്നാൽ കർശനമായ നടപടിയാണ്. ഈ വീഡിയോ ഞാൻ റെക്കോർഡ് ചെയ്യുന്ന ഈ ദിവസത്തിൻ്റെ തലേ ദിവസം ഇന്നലെ 2 പരാതികൾ എനിക്ക് കിട്ടി. ഒരു വിട്ടുവീഴ്ചയും അതിൽ സ്വീകരിക്കുന്നതല്ല. സ്ത്രീകളോട് ഒരു പ്രത്യേക സൗഹൃദം, ഒരു നല്ല ബന്ധം KSRTC പുലർത്തേണ്ടതുണ്ട്. കുടുംബസമേതമുള്ള യാത്രക്കാരുടെ എണ്ണം KSRTCയിൽ വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യം നമുക്കുണ്ട്. അപ്പോൾ സ്ത്രീകളും കുട്ടികളുമായി യാത്ര ചെയ്യുക, അവരെ ഇറക്കി കൊടുക്കണമെന്നുള്ള ഉത്തരവ് നിലനിൽക്കുമ്പോൾ ഏതെങ്കിലും കണ്ടക്ടർ അതിന് മടി കാണിച്ചാൽ നിങ്ങൾക്ക് പരാതി അയക്കാം. മന്ത്രിക്ക് തന്നെ നേരിട്ട് പരാതി അയക്കാം. കർശനമായി അല്ലെങ്കിൽ നിങ്ങൾ ഡിപ്പോയിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരാതി നൽകാം. KSRTC CMDക്ക് പരാതി നൽകാം. ആ പരാതിയിന്മേൽ കർശനമായ നടപടി ഉണ്ടാകും. ഞാൻ ജീവനക്കാരോടും പറയുന്നു, ഇത് രക്ഷപ്പെടുത്താനുള്ള, KSRTC എന്ന സ്ഥാപനത്തെ നിലനിർത്താനുള്ള, നിങ്ങളുടെ തൊഴിൽ നിലനിർത്താനുള്ള, KSRTC നിലനിർത്തേണ്ടത് എൻ്റെ ആവശ്യമല്ല, ഇത് തൊഴിലാളികളുടെ ആവശ്യമാണ്, സാധാരണക്കാരായ ജനങ്ങളുടെ ആവശ്യമാണ്.